ഷാജി രാഘവൻ, അവഗണനയുടെ രാഷ്ട്രീയ രേഖ എന്നാണ് ബജറ്റിനെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലോ ജോർജ് കുര്യന്റെ പ്രതികരണം. പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് സഹായം, അതുകൊണ്ട് പിന്നാക്കമല്ലാത്തതുകൊണ്ട് കേരളത്തിന് ഇത്രയേ കിട്ടൂ എന്ന്. അതിന് കേരളത്തിൽ ഇരുന്നു കൊണ്ട് താങ്കൾ നൽകുന്ന മറുപടി എന്താണ്? അല്ല സ്മൃതി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ കേരളം ചില ഡിമാൻഡുകൾ കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചു, അത് വസ്തുതയാണ്. അത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ഒരു കാര്യം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞ കോൺഗ്രസ് പോലും സ്മൃതി പറയുന്നില്ല. ഈ പറഞ്ഞ കേരളം മുമ്പോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും നിരാകരിക്കാൻ കാരണം കേരളം പിന്നോക്ക കേരളമായെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത് എന്നുള്ള നിലയ്ക്കല്ലേ സ്മൃതി അവതരിപ്പിക്കുന്നത്. പ്രതിപക്ഷ എംപിമാർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇവിടെ പ്രതിപക്ഷ ബഹുമാന്യരായ 2 എംപിമാർ പങ്കെടുക്കുന്നുണ്ട്. അവർ പറഞ്ഞതിന് എരിവ് കൂടെ പോരാഞ്ഞതിനാണോ സ്മൃതി ഈ കൂട്ടിച്ചേർക്കലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എന്ത് കൂട്ടിച്ചേർക്കാൻ? പറഞ്ഞ കാര്യം ഞാൻ വായിച്ചു. ഞാൻ അതിലേക്ക് വരാം. അല്ലല്ലല്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ബഹുമാന്യനായ ശ്രീ ആദികേശവൻ സാറ് വളരെ കൃത്യമായി കേന്ദ്ര ബഡ്ജറ്റിൻ്റെ പ്രയോജനം കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക്, ശരാശരി സാധാരണക്കാർക്കായ ആൾക്കാർക്ക് എങ്ങനെ ലഭിക്കുമെന്നതിനെപ്പറ്റി കൃത്യമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. കേരളം ഇതുകൂടാതെ ചില ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുമ്പിൽ ഉന്നയിച്ചു. ഈ ആവശ്യങ്ങളിൽ ഏതെങ്കിലും നിരാകരിച്ചിട്ടുണ്ടോ? പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എനിക്ക് തോന്നുന്നു താങ്കൾ ഉദ്ദേശിച്ചത് വയനാടായിരിക്കുമല്ലോ. ഈ വയനാടിനെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള വഴി തുറന്നു കൊടുത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. അതിനുശേഷമാണ് ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് വന്നത്. എന്നിട്ടും എത്ര തുക എന്നുള്ളതിൽ 3 മാസം കഴിഞ്ഞ് തീരുമാനം എന്ന് പറഞ്ഞിട്ട് 3 മാസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് സെപ്റ്റംബറിൽ പറഞ്ഞതാണ്. അതിൽ തീരുമാനമായോ? ഒരു തീരുമാനമായിട്ടില്ല, ഒരു പാക്കേജും കിട്ടിയിട്ടില്ല. സ്മൃതി, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ സൂചിപ്പിച്ചോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇത് ബഡ്ജറ്റുമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണോ എന്നുള്ളതാണ്. നിലവിൽ വയനാട്ടിലെ ജനങ്ങൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആവശ്യമായ ഫണ്ട് അവിടെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ ആലോചിക്കണം. നാളിതുവരെ റീബിൽഡ് വയനാടിന് ആവശ്യം എന്താ? ഭൂമിയാണ്. ആ ഭൂമി പോലും കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടൊരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. കേരള ഗവൺമെൻറ് പലതും ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. ഒരു ബഡ്ജറ്റ് എൻവിസേജ് ചെയ്യുന്നത് എന്താണ്? ബഡ്ജറ്റിൽ എന്താ വിഷൻ? അവരുടെ പ്രധാനപ്പെട്ട ബഡ്ജറ്റിൻ്റെ വിഷൻ എന്താണ്? ആദികേശവ സാർ വളരെ കൃത്യമായിട്ട് സൂചിപ്പിച്ചു. ഇവിടെ ഇൻകം ടാക്സിനെ പറ്റിയിട്ട് പറഞ്ഞു. വളരെ നിസ്സാരമായിട്ടാണ് ബഹുമാന്യനായ MP പറഞ്ഞു പോകുന്നത്. സാർ, ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് അതുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ് മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇവിടെ 5 ലക്ഷം എന്നുള്ളത് 12 ലക്ഷമാക്കിയത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റാണ്. ദശാബ്ദക്കാലമായി 5 ലക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 7-8 വർഷം കൊണ്ട് അത് 12 ലക്ഷമാക്കുമ്പോൾ അതുമായി ഡയറക്റ്റ്ലി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപിടി ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റു വ്യാപാരികൾക്കോ മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മറിച്ച് നമുക്കറിയാം, ഇപ്പം ശരാശരി ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്ന് ആദായ നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80,000 രൂപയാണ് സേവ് ചെയ്യപ്പെടുന്നത്. ഈ 80,000 രൂപ പോകുന്നത് നമുക്കറിയാം സാധാരണക്കാരുടെ കയ്യിലെ പണം ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് മാർക്കറ്റിലേക്കാണ്. എത്ര പേർക്കാണ് അതിന്റെ ഗുണം ലഭിക്കുക എന്നതിന്റെ കണക്കാണല്ലോ നേരത്തെ പറഞ്ഞത് ശ്രീ ഷാജി രാഘവൻ. കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അനാവശ്യമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ 14 ആവശ്യങ്ങൾ അല്ല, ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഡയറക്ട്ലി അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അതുമായി ബന്ധപ്പെട്ടവർക്കല്ല എന്നതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾക്ക് മറുപടി പറയണമല്ലോ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ പണം ഒരാൾക്ക് കിട്ടുന്നത് 80,000 രൂപയാണ്. ഈ 80,000 പോകുന്നത് ഡയറക്റ്റായിട്ട് മാർക്കറ്റിലേക്കാണ്. വളരെ സക്രിയമായ മാർക്കറ്റ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിലേക്ക് പണം ഒഴുകുമ്പോൾ, ക്യാഷ് ഫ്ലോ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉത്തേജനം നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യ വ്യവസ്ഥയിൽ എന്തുമാത്രം ഉത്തേജനം ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപിടി GDP പറ്റി അല്ല, താങ്കൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കുണ്ട്. മാർക്കറ്റിൽ കാഷ് ഫ്ലോ അതിന് വലിയ തോതിൽ വർധനമുണ്ടായാലും അതിൻ്റെ ബെനിഫിറ്റ് അതുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമാണോ? ഈ രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെ തന്നെ അത് ഡയറക്റ്റായിട്ട് അതിന് വലിയ തോതിൽ ഉത്തേജനം ഉണ്ടാവില്ലേ?
ഇനി മറ്റൊന്ന് GDP പറ്റി പറഞ്ഞു. ആദികേശ സാർ സൂചിപ്പിച്ചു, ധനകാര്യ നമ്മുടെ സാമ്പത്തിക സർവേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം കുറവുണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനുള്ളൊരു സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യാതെ പോകരുത്. ലോകരാജ്യങ്ങൾ മുഴുവൻ, അമേരിക്ക ഉൾപ്പെടെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം ചെറിയ കുറവുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമുക്കറിയാം ഗാസയിൽ അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ മേഖലകളിലൊക്കെ വലിയ സംഘർഷം, ലോകം മുഴുവൻ മാന്ദ്യം, അമേരിക്ക ആ പ്രതിസന്ധിക്കിടയ്ക്ക് നിന്നുകൊണ്ട് രാജ്യം നമ്മുടെ സാമ്പത്തിക വളർച്ചയെ പിടിച്ചു നിർത്താൻ വളർച്ചയിൽ നേരിയ തോതിലുള്ള കുറവുണ്ടാവാം. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതിശക്തമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് GDP യിൽ കുറവുണ്ടായിട്ടുണ്ട്. ബഹുമാന്യനായ ആദികേശവ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിലൊക്കെ വളരെ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് നടത്തുക. അദ്ദേഹം അതിലെ രാഷ്ട്രീയമായ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകില്ല. അദ്ദേഹത്തിന്റെ രീതിയുമല്ല അത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.